മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് അമേരിക്കൻ അതിഭദ്രാസനത്തിലെ കാനഡ റീജിയന്റെ ക്രിസ്മസ് ആഘോഷ പരിപാടിയായ നോറോ 2025 നവംബർ 22 നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾക്കായി സഭയുടെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ സിറിയക് ഓർത്തഡോക്സ് ന്യൂസ് കാനഡയുടെ നേതൃത്വത്തിൽ അതിഭദ്രാസനാധിപൻ എൽദോമാർ തീത്തോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ടൊറന്റോയിൽ പത്രസമ്മേളനം സംഘടിപ്പിച്ചു. നുഹറോ എന്നുള്ള പ്രോഗ്രാം 2023 നമ്മൾ നടത്തിയിരുന്നു. വളരെ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചു. സഭയ്ക്ക് ഏകദേശം 14ഓളം ഇടവുകൾ ഈ ഭാഗത്ത് തന്നെ ഒൻറ്റാറിയോ തന്നെ അത്രത്തോളം ഇടവുകളും കോൺഗ്രിഗേഷൻസുമായിട്ടുമുണ്ട്. അപ്പോൾ അവരെയൊക്കെയും കൂട്ടിവരുത്തി നമുക്ക് ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും സഭയ്ക്ക് ശക്തമായ ഒരു സാമൂഹിക സാന്നിധ്യം ഇവിടെ ഉറപ്പാക്കുവാനും അതിലൂടെ നമുക്ക് അനേക കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുവാനുമായിട്ടുള്ള സാധ്യതകൾ ആരായുവാനുമാണ് ഇങ്ങനെയുള്ള ഫെലോഷിപ്പുകൾ നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശക്തമാണെങ്കിലാണ്, സഭ ശക്തമാണെങ്കിൽ നമുക്കതനുസരിച്ച് അനേകം മിഷൻസ് നടത്താൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ നയഗ്ര ഫോൾസിലാണ് ഭദ്രാസനത്തിന്റെ വാർഷിക കൺവെൻഷൻ ഫാമിലി കോൺഫറൻസ് നടത്തിയത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു പ്രമുഖ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും സെർവ് ചെയ്യുന്നതായ സമൂഹത്തിലെ പല മേഖലകളിൽ എടുത്തു പറയാൻ ഉള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതായ മലയാളികളെ നമുക്ക് ആദരിക്കുവാനായിട്ട് സാധിച്ചു. അവരുടെ സേവനങ്ങളെ മാനിക്കുവാൻ, അതിലൂടെ മറ്റുള്ള മലയാളികളെ അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുവാൻ, അവരെ പ്രോത്സാഹനം കൊടുക്കുവാനൊക്കെ നമുക്കത് സാധിച്ചു. അപ്പോൾ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ സെർവ് ചെയ്യുന്നതായ മലയാളികൾക്ക് ഉള്ളതായ ഒരു പ്രൊമോഷൻ അത് നമുക്ക് നൽകാൻ സാധിക്കുന്നത് സഭയ്ക്കൊരു ശക്തമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ സാന്നിധ്യം അത് ഊട്ടി ഉറപ്പിക്കുവാൻ കൂടിയാണ് ഈ നുഹറോ പോലുള്ളതായ പ്രോഗ്രാമുകളും നമ്മൾ നടത്തുന്നത്. നവംബർ 22 ദാന്തെ അലിഗറി അക്കാദമി കാത്തലിക് സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ന്യൂറോ 2023 വിജയത്തിന് ശേഷം നടത്തപ്പെടുന്ന ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തുന്നത് സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കത്തോലിക്ക ആബോൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയാണ്. കാനഡയിലെ വിവിധ പ്രവിശ്യകളിലെ ദേവാലയങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുങ്ങുന്നത്. ശ്രേഷ്ഠ കത്തോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ആദ്യമായി നോർത്ത് അമേരിക്കൻ അതിഭദ്രാസനത്തിലേക്ക് എത്തുന്ന ബാവയ്ക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണവും അനുമോദന ചടങ്ങും ന്യൂറോ 2025 ഒരുക്കുമെന്ന് എൽദോമാർ തീത്തോസ് തിരുമേനി അറിയിച്ചു. നവംബർ മാസം 2ാമത്തെ ആഴ്ചയിൽ നമ്മുടെ ലണ്ടൻ മോർ ഗ്രിഗോറിയസ് പള്ളിയുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ പാത്രീസ് ബാവ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഈ കാനഡ വിസിറ്റ് ചെയ്യുവാൻ, സന്ദർശിക്കുവാൻ ഉള്ള ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അതിൻ്റെതായ ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എത്ര നാൾ അദ്ദേഹത്തിന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന കൃത്യമായൊരു അറിവായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായിട്ട് വരുമ്പോൾ ആവശ്യമായ എല്ലാ സ്വീകരണവും ഗംഭീരമായിട്ട് അത് നിർവഹിക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. ലണ്ടനിലെ സെന്റ് ഗ്രിഗേറിയോസ് പള്ളിയുടെ പ്രധാന പെരുന്നാളിന് പങ്കെടുക്കാനുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ബാവ കാനഡ സന്ദർശിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് ഈ പേര് തന്നെ അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, നുഹറോ, വെളിച്ചം എന്നുള്ളത്. അന്ധകാരം നിറഞ്ഞ ലോകത്തൊരു വെളിച്ചത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ പ്രോഗ്രാമായി തീരുവാൻ തക്കവണ്ണമാണ് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. സഭ ഈ 2 പള്ളിയിൽ നിന്ന് 33 ദേവാലയത്തിലേക്ക് വളർന്നെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സോഷ്യലി നമുക്ക് ഡീപ്പായിട്ട് മിഷനും മിനിസ്ട്രിയും വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദേവാലയങ്ങളും കൂട്ടായി ഒരുമിച്ച് ചേർന്ന് ഈ നുഹറോയിലേക്ക് കടന്നു വരുമ്പോൾ അത് കുറച്ചുകൂടി എല്ലാ തരത്തിലും മറ്റ് 2023 2024 നടന്ന പ്രോഗ്രാമിനേക്കാൾ കുറച്ചുകൂടി ഒരു ടെക്നോളജിക്കലൊക്കെ ഒരു വലിയ പ്രോഗ്രാം ആയിട്ടാണ് ഇതിനെ വരുന്നത്. പത്രസമ്മേളനത്തിൽ അതിഭദ്രാസനാധിപനോടൊപ്പം കാനഡ റീജിയന്റെ അഡ്മിനിസ്ട്രേറ്റർ എബി മാത്യു കശീഷ, ട്രഷറർ ജെനു മഠത്തിൽ, കൗൺസിൽ അംഗങ്ങളായ അജോയ് ജോൺ, ജിൻസ് മാത്യു, സൺഡേ സ്കൂൾ റീജിയൻ ഡയറക്ടർ അനിൽ ഏലിയാസ്, ടൈറ്റിൽ സ്പോൺസറായ ബോബൻ ജെയിംസ് എന്നിവരും പങ്കെടുത്തു. പരിപാടിയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് എബി മാത്യു കശീഷ വിശദീകരിച്ചു. ട്രഷറർ ജെനു മഠത്തിൽ നന്ദി രേഖപ്പെടുത്തിയ ശേഷം പരിപാടിയുടെ ലോഗോ പ്രകാശനം നടന്നു. MC ന്യൂസ്, ടൊറന്റോ.